രാവിലെ പൂട്ടിച്ച ബാർ വൈകിട്ട് വീണ്ടും തുറന്നു. ലൈസൻസ് റദ്ദാക്കി എക്സൈസ് മന്ത്രി എം ലിജു. 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് കരുനാഗപ്പള്ളിയിൽ 50 രൂപ അധികപ്പടി വേണം കള്ളു കുടിക്കുന്നവൻ, അവൻ്റെ വാതിൽപ്പടി വരെ ഇളക്കി വിറ്റാണ് വന്ന് ഈ ചരക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി കുടിക്കുന്നത്. അതുകൂടാതെ 50 രൂപ കൂടി എല്ലാത്തിൻ്റെയും കൂടി അധികപ്പടി വേണം എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുൻപിൻ നോക്കാതെ അവരെയും സസ്പെൻഡ് ചെയ്തു. കേരളത്തിലെ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാരിൽ പല പ്രമുഖരെയും വെറും കുറഞ്ഞ ദിവസം കൊണ്ട് നിലപാടുകളുടെ കാർക്കശ്യം കൊണ്ട് കടത്തി വെട്ടി മുന്നേറുകയാണ് എം ലിജു എന്ന എക്സൈസ് വകുപ്പ് മന്ത്രി. ഒരുപക്ഷെ നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ, മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങളില്ലാതെ, ആരുടെയും ശുപാർശകൾക്ക് വഴങ്ങാതെ, മുഖം നോക്കാതെ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനെ ചാനലുകളും വാർത്താമാധ്യമങ്ങളും അടക്കം കൈയടിക്കുന്നുണ്ട്. എം ലിജുവിൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തുടർച്ചയായ തോൽവികളിലായിരുന്നു. അന്നൊക്കെ പല മനുഷ്യരും പരസ്പരം പറയുമായിരുന്നു, ലിജുവിനെ പോലൊരാൾ തോൽക്കുന്നത് നഷ്ടമാണ്, അല്ലെങ്കിൽ അതൊരു കുറവാണ്. കാരണം അത്രമേൽ ഈ നിലപാടുകളുടെ കാർക്കശ്യം കൊണ്ട് മുൻപിൻ നോക്കാതെ സത്യങ്ങൾ ഉറക്കെ പറയുകയും അതിൻ്റെ പേരിൽ പലപ്പോഴും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള ആളാണ്. സമുദായത്തിൻ്റെ മേൽവിലാസങ്ങളെക്കാൾ സമൂഹത്തിൻ്റെ ഭാഗമാകാനാണ് അയാൾ എന്നും ശ്രമിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം കായംകുളങ്ക് പോലൊരു മണ്ഡലത്തിൽ നിന്ന് തിളങ്ങുന്ന വിജയം നേടി എത്തുമ്പോഴും ഒരു കന്നിക്കാരൻ മന്ത്രിയാകുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പ്രധാനപ്പെട്ട 2 വകുപ്പുകളുടെ ചുമതലയോടെ മന്ത്രിയാവുകയായിരുന്നു. സത്യത്തിൽ എക്സൈസ് വകുപ്പ് തനിക്ക് വേണ്ട എന്ന് ആവർത്തിച്ച് അലമുറയിട്ട് പറയുന്നതിന് ഞാനും സാക്ഷിയായിരുന്നു. ആ വകുപ്പ് വലിയ പൊന്നിൻകുടമായി പലരും കാണുമ്പോൾ തനിക്കിതൊരു പരീക്ഷണമാണെന്ന് മുൻകൂട്ടി തോന്നിയ ഒരാളാണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അത് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന എം ലിജു എന്ന നേതാവ്. ഏതായാലും അദ്ദേഹം എക്സൈസ് വകുപ്പ് മന്ത്രിയായി. ആ വകുപ്പിൽ പിന്നെ സാധാരണ നടക്കുന്നത് മുഴുവൻ പറഞ്ഞവരെല്ലാം പടർത്തി പറഞ്ഞും പതുക്കി പറഞ്ഞും ഒക്കെ പല നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ലിജു ആ പക്ഷത്തില്ല. ലിജുവിനെക്കുറിച്ച് ഞാൻ നേരത്തെയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അധികാരമുള്ളപ്പോൾ മാത്രമല്ല, അതില്ലാതിരുന്നപ്പോഴും ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികാരത്തിലെത്തിയാൽ അദ്ദേഹം കോംപ്രമൈസ് ചെയ്യപ്പെടുമോ എന്നതായിരുന്നു എൻ്റെ ഒരു നിശബ്ദമായ നിരീക്ഷണം. ഏതായാലും ഇപ്പോൾ ഇതുവരെ വന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം നടപടികൾ എടുക്കുന്നതിന് മുൻപിൻ നിലപാട് നോക്കിയല്ല സ്വീകരിക്കുന്നത്. അതൊക്കെ ചിലപ്പോൾ പലതരത്തിലുള്ള ആസൂത്രിതമായ വേട്ടയ്ക്കിരയാകും എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ നിലപാടെടുത്ത് ആ വേട്ട സഹിച്ചുകൊള്ളാം എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ പിന്നെ അയാളെ എങ്ങനെ പ്രതിരോധിക്കാനാവും? അതാണ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ 50 രൂപ പടിയിലും, പിന്നെ ഇപ്പോൾ പൂട്ടിച്ച ബാർ വീണ്ടും തുറന്നപ്പോൾ ലൈസൻസ് റദ്ദാക്കാൻ ധൈര്യം കാണിച്ചതിലൂടെയുമൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നത്. അത്തരം നിലപാടുകളുള്ളവർ നയിക്കുമ്പോൾ കുറഞ്ഞപക്ഷം ആ ചില കാര്യങ്ങളിലെങ്കിലും ഒരു വൈകലും തടസ്സവും ഇല്ലായ്മയും ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ അത് നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം.